തൃപ്തി ഹോട്ടൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നടത്തിയ ചായക്കടയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നാട്ടിൽ വന്ന് കഫേ നടത്തി പൊളിഞ്ഞതിന് ശേഷം തിരിച്ച് ഗൾഫിലോട്ട് പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ചെയ്തെങ്കിൽ നാട്ടിൽ പിടിച്ചേക്കണം എന്നുള്ള ഒറ്റ വാശിയായിരുന്നു എനിക്ക്. അങ്ങനെ തുടങ്ങിയാണ് ഈ ചായക്കട. തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയാണ് 8 വെറൈറ്റീസ് ഓഫ് സമൂസ, മിസ്റ്റർ സമൂസ. അതാണ് കടയുടെ പേര്. സ്കൂൾ പിള്ളേർ എന്ന് എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ടൗണിൻ്റെ ഹൃദയഭാഗത്തായതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുള്ള ഏരിയ ആയിരുന്നു കടയുടെ മുൻവശം. എല്ലാ പാർട്ടി പരിപാടികളും ആഘോഷങ്ങളും നമുക്ക് കടയിൽ നിന്ന് കാണാമായിരുന്നു. വഴിയിലൂടെ പോകുന്ന കോളേജ് പിള്ളേരെ വാടാ സമൂസ തരാടാന്ന് പറഞ്ഞ് കടയിൽ കയറ്റും. എന്നിട്ട് സമൂസയും കൊടുത്ത് അവന്മാരുടെ അടുത്ത് തന്നെ പൈസയും വാങ്ങിക്കും. അച്ചു ആൻഡ് ഗ്യാങ് മലപ്പുറത്തുനിന്ന് വന്നിട്ടുള്ള പിള്ളേരായതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കടയിൽ 4-5 സമൂസ എണ്ണം നോക്കാണ്ട് കഴിക്കും. കടയിൽ ഒഴിവ് സമയങ്ങളിൽ ഇതുപോലെ പഞ്ചവസ്തി മത്സരങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഐറ്റം ഇത് നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരണം. ഇത് വേറെ എവിടെയും കിട്ടില്ല. കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു വെറൈറ്റി ചായയാണ് തിരമാല ചായ. വേല മറ്റ് ആഘോഷങ്ങളൊക്കെ നടത്തുന്ന ഈ മന്നം കടയുടെ ഫ്രണ്ടിലായതുകൊണ്ട് എല്ലാ ആഘോഷങ്ങളും ഇവിടെ വന്നിട്ടാണ് പോകാറുള്ളത്. അതുകൊണ്ട് കടയിൽ നിന്ന് പുറത്തു പോകാതെ തന്നെ എനിക്കെല്ലാം ആസ്വദിക്കുമായിരുന്നു. ടൗണിൽ പെയ്യുന്ന മഴയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു ചായ കുടിച്ചത് ആസ്വദിക്കാൻ നല്ല സുഖമാണ്. എൻ്റെ കടയിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു ഈ പക്കോട. പാലക്കാട് സൈഡിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക ഐറ്റമാണ്. റുക്കിത്തത്തിനെ ഈ കടയിൽ വെച്ചിട്ടാണ് ഞാൻ പരിചയപ്പെട്ടത്. ആൾ ഭയങ്കര കോമഡിയാണ്. പിന്നെ കടയിൽ ഏത് മുത്തശ്ശിമാർ വന്നാലും അവരുടെ ഒപ്പം ഇരുന്ന് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഈ കാണുന്ന മുത്തപ്പൻ ആൾ ചില്ലറക്കാരനല്ല കേട്ടോ. ആയ കാലത്ത് ഒരു പുതിയായിരുന്നു എന്നാണ് ആൾ പറയുന്നത്. ആളുടെ തള്ളക്ക് കേട്ട് ഞാനും കുറച്ചിരുന്നു. അല്ല പറയുന്നതിന് കുറച്ച് സത്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.